ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 126-ാം ദിവസം. ദാവീദിൻ്റെ വിജയങ്ങൾ. ഇന്നേ ദിവസം നമ്മൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 8-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 10-11 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 60 എന്നിവ വായിക്കുന്നു. ദാവീദ് രാജാവ് ഇസ്രായേലിനോട് ശത്രുതയുള്ള ഫിലിസ്ത്യക്കാരെയും മോവാബുകാരെയും സോബ രാജാവിനെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി തൻ്റെ ജനത്തിന് മുഴുവൻ ന്യായവും നീതിയും നടത്തി ഭരണം നടത്തുന്ന ഭാഗമാണ് ഇന്ന് നാം വായിക്കുന്നത്. നമ്മൾ വേരുകളുള്ള ഒരു ജനതയാണെന്നും കൃത്യമായ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് നമ്മളെന്നും രാജകീയ ജനതയായ നമ്മൾ ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട ആത്മീയതയിൽ സഞ്ചരിക്കുന്ന ഒരു ജനതയാണെന്നും ദിനവൃത്താന്ത പുസ്തകത്തിലെ വായനകൾ നമ്മെ പഠിപ്പിക്കുന്നു. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 8-ാം അധ്യായം. ദാവീദിൻ്റെ വിജയങ്ങൾ. തദനന്തരം ദാവീദ് ഫിലിസ്ത്യക്കാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ആസ്ഥാന നഗരിയുടെ നിയന്ത്രണം ഫിലിസ്ത്യക്കാരത്തിൽ നിന്ന് ദാവീദ് പിടിച്ചെടുത്തു. അവൻ മോവാബുകാരെയും തോൽപ്പിച്ചു. അവരെ നിലത്ത് കിടത്തി ചരടുകൊണ്ട് അളന്നു. കൊല്ലാനായി 2 ചരടുകളും ജീവനോടെ വിടാനായി 1 മുഴുചരടും അവൻ അളന്നു. അങ്ങനെ മോവാബുകാർ ദാവീദിന് കപ്പം കൊടുക്കുന്ന ആശ്രിതരായിത്തീർന്നു. റഹോബിൻ്റെ മകനും സോബാരാജാവുമായ ഹദദേസർ നദിക്കരികിൽ തൻ്റെ അധികാരം വീണ്ടെടുക്കുവാൻ പോകവേ ദാവീദ് അവനെ തോൽപ്പിച്ചു. അവൻ്റെ 1700 കുതിരക്കാരെയും 20,000 കാലാളുകളെയും ദാവീദ് അവനിൽ നിന്ന് പിടിച്ചെടുത്തു. ദാവീദ് രഥസേനയാകെ കുതിഞരമ്പരിഞ്ഞ് മുടന്തുള്ളതാക്കി. അവയിൽ നിന്ന് 100 രഥങ്ങൾ അവശേഷിപ്പിച്ചു. സോബാരാജാവായ ഹദദേസറിനെ സഹായിക്കാൻ ദമാസ്കസിലെ ആരാംകാർ വന്നപ്പോൾ ആരാംകാരിൽ 20,000 പേരെ ദാവീദ് കൊന്നുകളഞ്ഞു. ആരാം ദമാസ്കസിൽ ദാവീദ് കാവൽപ്പടയെ നിയോഗിച്ചു. ആരാംകാർ ദാവീദിന് കപ്പം കൊടുക്കുന്ന ആശ്രിതരായിത്തീർന്നു. ദാവീദ് വ്യാപരിച്ചതിലെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഹദദേസറിൻ്റെ സേവകരുടെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണപ്പരിചകളെടുത്ത് ദാവീദ് ജെറൂസലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസറിൻ്റെ പട്ടണങ്ങളായിരുന്ന ബദായിയിൽ നിന്നും ബെറോദായിൽ നിന്നും ദാവീദ് രാജാവ് വളരെയധികം പിച്ചളയും എടുത്തു. ഹദദേസറിൻ്റെ സർവ്വസൈന്യത്തെയും ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്ത് രാജാവായ തോയി കേട്ടു. തോയിയുടെ യുദ്ധങ്ങളിൽ ഹദദേസർ എതിരാളിയായിരുന്നതിനാൽ തോയി തൻ്റെ മകൻ യോറാമിനെ ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് അവനോട് ക്ഷേമാന്വേഷണം നടത്താനും ഹദദേസറിനെതിരെ യുദ്ധം ചെയ്ത് അയാളെ തോൽപ്പിച്ചതിന് അനുമോദിക്കാനുമായി അയച്ചു. അവൻ്റെ കൈവശം വെള്ളിപ്പാത്രങ്ങളും സ്വർണ്ണ ഉരുപ്പടികളും പിച്ചള സാമഗ്രികളും ഉണ്ടായിരുന്നു. അവയെയും ദാവീദ് രാജാവ് കർത്താവിന് പ്രതിഷ്ഠിച്ചത് താൻ കീഴടക്കിയ സകല ജനതകളിൽ നിന്നും താൻ പ്രതിഷ്ഠിച്ചിരുന്ന സ്വർണത്തിനും വെള്ളിക്കുമൊപ്പമായിരുന്നു. അതായത് സിറിയക്കാർ, മോവാബുകാർ, അമോന്യർ, ഫിലിസ്ത്യക്കാർ, അമലേക്കുകാർ എന്നിവരിൽ നിന്നും റഹോബിൻ്റെ മകനും സോബാരാജാവുമായ ഹദദേസറിൻ്റെ കൊള്ളമുതലിൽ നിന്നും ഉള്ളവയ്ക്കൊപ്പം ഉപ്പുതാഴ്വരയിൽ വെച്ച് 18,000 ആരാംകാരെ കൊന്നൊടുക്കി മടങ്ങി വന്നതിലൂടെ ദാവീദ് പേരുണ്ടാക്കി.
അവൻ ഏദോമിൽ കാവൽപ്പടയെ നിയമിച്ചു. ഏദോം മുഴുവനിലുമാണ് അവൻ കാവൽപ്പടയെ നിയമിച്ചത്. അങ്ങനെ ഏദോമ്യർ ദാവീദിന് ആശ്രിതരായി. ദാവീദ് വ്യാപരിച്ചതിലെല്ലാം കർത്താവ് അവനെ സംരക്ഷിച്ചു. ദാവീദ് ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി. തൻ്റെ ജനത്തിന് മുഴുവൻ അവൻ ന്യായവും നീതിയും നിർവഹിച്ചിരുന്നു. സൈന്യത്തിനു മേൽ അധികാരം സെരൂയായുടെ മകൻ യോവാബിനായിരുന്നു. അഹിലൂദിൻ്റെ മകൻ യാഹോഷാഫാത്ത് ഓർമ്മക്കുറിപ്പുകാരനുമായിരുന്നു. അഹിത്തുബിൻ്റെ മകൻ സാദോക്കും അബിയാഥറിൻ്റെ മകൻ അഹിമലേക്കും ആയിരുന്നു പുരോഹിതന്മാർ. സെരായ ആയിരുന്നു എഴുത്തുകാരൻ. യഹോയാദായുടെ മകൻ ബനയാഹു ഒരു ഉപദേഷ്ടാവായിരുന്നു. കെറേത്തുകാരനും പേലേത്തുകാരനും ദാവീദിൻ്റെ പുത്രന്മാരും സജീവന്മാരായിരുന്നു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം. സാവൂളിൻ്റെ മരണം. ഫിലിസ്ത്യക്കാർ ഇസ്രായേല്യരോട് യുദ്ധം ചെയ്തു. ഫിലിസ്ത്യക്കാരുടെ മുമ്പിൽ പിന്തിരിഞ്ഞോടിയ ഇസ്രായേൽക്കാർ ഗിൽബോവാമിൽ മലയിൽ നിഹതന്മാരായി നിബന്ധിച്ചു. ഫിലിസ്ത്യക്കാർ സാവൂളിനെയും പുത്രന്മാരെയും വിടാതെ പിന്തുടർന്നു. സാവൂളിൻ്റെ മകനായ ജോനാഥൻ, അബിനാദാബ്, മൽക്കിഷുവ എന്നിവരെ ഫിലിസ്ത്യക്കാർ വധിച്ചു. സാവൂളിനെതിരെ യുദ്ധം രൂക്ഷമായി. വില്ലാളികൾ അമ്പുകൊണ്ട് അവനെ നേരിട്ടു. അമ്പുകളാൽ അവൻ ഞെരിപിരി കൊണ്ടു. സാവൂൾ തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞു, ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ നിൻ്റെ വാളൂരി അതുകൊണ്ട് എന്നെ വധിക്കുക. ഏറെ ഭയപ്പെട്ടതിനാൽ ആയുധവാഹകൻ അത് ചെയ്യാൻ മുതിർന്നില്ല. സാവൂൾ വാളെടുത്ത് അതിന്മേൽ വീണു. സാവൂൾ മരിച്ചെന്ന് കണ്ട് അവൻ്റെ ആയുധവാഹകനും വാളിന്മേൽ വീണ് മരിച്ചു. അങ്ങനെ സാവൂളും അവൻ്റെ 3 മക്കളും കുടുംബം മുഴുവനും ഒന്നിച്ച് മരിച്ചു. പലായനം ചെയ്ത് താഴ്വരയിലായിരുന്ന ഇസ്രായേൽക്കാരെല്ലാം സാവൂളും പുത്രന്മാരും മരിച്ചെന്ന് കണ്ടപ്പോൾ തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഫിലിസ്ത്യക്കാർ വന്ന് അവയിൽ വാസമുറപ്പിച്ചു. കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ അടുത്ത ദിവസം ഫിലിസ്ത്യക്കാർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവാമലയിൽ വീണുകിടക്കുന്നതായി കണ്ടെത്തി. അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു അവൻ്റെ തലയും ആയുധങ്ങളും അവർ എടുത്തുകൊണ്ടുപോയി. തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും സദ്വാർത്ത അറിയിക്കുവാൻ ചുറ്റുപാടുമുള്ള ഫിലിസ്ത്യാദേശത്ത് അവർ സന്ദേശമയച്ചു. അവൻ്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. അവൻ്റെ ശിരസ് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു. ഫിലിസ്ത്യക്കാർ സാവൂളിനോട് പ്രവർത്തിച്ചതെല്ലാം യാബേഷ് ഗിലെയാദ് മുഴുവനും കേട്ടു. സൈനികരെല്ലാം ചെന്ന് സാവൂളിൻ്റെ മൃതദേഹവും മക്കളുടെ മൃതദേഹങ്ങളുമെടുത്ത് അവ യാബേഷിലേക്ക് കൊണ്ടുവന്നു. അവരുടെ ശരീരങ്ങൾ അവർ യാബേഷിലെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു. കർത്താവിൻ്റെ വചനം പാലിക്കാതെ അത് ലംഘിച്ച സാവൂളിൻ്റെ അവിശ്വസ്തതയാണ് അവൻ്റെ മരണത്തിന് കാരണം. കൂടാതെ അവൻ പരേതാത്മാക്കളുടെ ഉപദേശം തേടി. അവൻ കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ചില്ല. അവിടുന്ന് അവനെ വധിച്ചു. രാജ്യം ജെസ്സയുടെ മകൻ ദാവീദിനെ അവിടുന്ന് ഭരമേൽപ്പിച്ചു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം. ദാവീദ് ഇസ്രായേൽ രാജാവ്. ഇതാ ഞങ്ങൾ നിൻ്റെ അസ്ഥിയും നിൻ്റെ മാംസവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ മുഴുവനും ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി. സാവൂൾ രാജാവായിരുന്ന മുൻകാലങ്ങളിലും നീയത്രേ ഇസ്രായേലിനെ നയിച്ചതും തിരികെ എത്തിച്ചതും. എൻ്റെ ജനമായ ഇസ്രായേലിനെ നീ മേയ്ക്കുമെന്നും ഇസ്രായേലിൻ്റെ മേൽ നീ നായകനായിരിക്കുമെന്നും ദൈവമായ കർത്താവ് നിന്നോടാണ് അരുൾ ചെയ്തിട്ടുള്ളത്. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെല്ലാം ഹെബ്രോണിലേക്ക് രാജാവിൻ്റെ അടുത്ത് വന്നു. ദാവീദ് ഹെബ്രോണിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുമായി ഒരു ഉടമ്പടി ചെയ്തു. സാമുവേലിലൂടെ കർത്താവ് അരുളിച്ചെയ്തതനുസരിച്ച് അവർ ദാവീദിനെ ഇസ്രായേലിന് മേൽ രാജാവായി അഭിഷേകം ചെയ്തു. ദാവീദ് ഇസ്രായേൽ മുഴുവനുമൊപ്പം ജെറൂസലേമിലേക്ക്, അതായത് ജബൂസിലേക്ക് പോയി. അവിടെ ആ നാട്ടിൽ വസിച്ചിരുന്നവർ ജബൂസുകളായിരുന്നു. നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസ് നിവാസികൾ ദാവീദിനോട് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. അതാണ് ദാവീദിൻ്റെ നഗരം. ദാവീദ് പറഞ്ഞു, ജബൂസുകളെ ആദ്യം നിഹനിക്കുന്നവനായിരിക്കും തലവനും നായകനും. സെരൂയായുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു. അവൻ തലവനാവുകയും ചെയ്തു. ദാവീദ് ആ കോട്ടയിൽ വസിച്ചതിനാൽ ദാവീദിൻ്റെ നഗരം എന്ന് അവർ അതിനെ വിളിച്ചു. പിന്നെ അവൻ നഗരം മില്ലോ മുതൽ
ചുറ്റോടു ചുറ്റും പണിതു. നഗരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു. ദാവീദ് നാൾക്കുനാൾ പ്രബലനായിക്കൊണ്ടിരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അവനോടുകൂടി ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ പ്രസിദ്ധ യോദ്ധാക്കൾ. ഇസ്രായേലിനെ സംബന്ധിച്ച് കർത്താവ് അരുൾ ചെയ്തതനുസരിച്ച് ദാവീദിനെ രാജാവാക്കാൻ, അവനെ ഭരണത്തിൽ ശക്തിപ്പെടുത്താൻ ഇസ്രായേൽ മുഴുവനുമൊപ്പം അവൻ്റെ കൂടെയുണ്ടായിരുന്ന യോദ്ധാക്കളുടെ തലവന്മാർ ഇവരാണ്. ദാവീദിനുണ്ടായിരുന്ന ശക്തന്മാരുടെ എണ്ണം ഇതാണ്: ഹക്മോന്യനും 30 പേരുടെ തലവനുമായ യഷോബയാം. അവൻ തൻ്റെ കുന്തമുയർത്തി 300 പേരെ ഒരേ സമയം വധിച്ചിരുന്നു. അവനുശേഷം അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ. അവനായിരുന്നു 3 ശക്തന്മാരിൽ ഒരുവൻ. ഫിലിസ്തീയക്കാർ യുദ്ധത്തിന് പസ്ദമ്മേമിൽ അണിനിരന്നപ്പോൾ അവനായിരുന്നു ദാവീദിനോടുകൂടെ അവിടെ ഉണ്ടായിരുന്നത്. അത് ബാർലി നിറഞ്ഞ ഒരു വയൽ നിലമായിരുന്നു. ജനം ഫിലിസ്തീയക്കാരുടെ മുമ്പിൽ നിന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ അവൻ വയൽ മധ്യേ നിലയുറപ്പിച്ച് അത് വീണ്ടെടുക്കുകയും ഫിലിസ്തീയക്കാരെ വധിക്കുകയും ചെയ്തു. ഒരു വൻ വിജയത്താൽ കർത്താവ് അവർക്ക് രക്ഷ നൽകി. 30 തലവന്മാരിൽ 3 പേർ അതുല്ലാം സിലായ് ഗുഹയിൽ ദാവീദിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഫിലിസ്തീയക്കാർ റഫായിം താഴ്വരയിൽ കൂടാരമടിച്ചിരുന്നു. ഫിലിസ്തീയക്കാരുടെ ഒരു പട്ടാളം ബേത്ലഹമിലുണ്ടായിരുന്നപ്പോൾ ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു. ദാവീദ് ആർത്തിയോടെ ചോദിച്ചു, കവാടത്തിങ്കലുള്ള ബേത്ലഹം കിണറ്റിൽ നിന്ന് ആര് എനിക്ക് വെള്ളം കുടിക്കാൻ തരും? ആ 300 പേർ ഫിലിസ്തീയക്കാരുടെ പാളയത്തിൽ കടന്ന് കവാടത്തിങ്കലുള്ള ബേത്ലഹം കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് ദാവീദിൻ്റെ പക്കലേക്ക് വന്നു. എന്നാൽ ദാവീദ് അത് കുടിക്കാൻ തയ്യാറായില്ല. അവനത് കർത്താവിന് സമർപ്പിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ ദൈവം ഇത് ചെയ്യുന്നതിന് എന്നെ ഇടയാക്കാതിരിക്കട്ടെ. ഈ ആളുകളുടെ രക്തം അവരുടെ ജീവനോടൊപ്പം ഞാൻ കുടിക്കുകയോ, അവരുടെ ജീവൻ കൊണ്ടാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത്. അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. ആ 3 ശക്തന്മാരാണ് ഇവ ചെയ്തത്. യോവാബിൻ്റെ സഹോദരനായിരുന്നു അബിഷായി. അവനായിരുന്നു 30 പേരുടെ തലവൻ. അവൻ കുന്തമുയർത്തി 300 പേരെ വധിച്ചു. എന്നാൽ മൂവർക്കിടയിൽ അവന് പേരുണ്ടായിരുന്നു. 30 പേരേക്കാൾ ഇരട്ടിയായി അവൻ ആദരിക്കപ്പെട്ടു. അവൻ അവർക്ക് നായകനായി തീർന്നു. എന്നാൽ അവൻ 3 എത്തിയില്ല. കബ്സേലിൽ നിന്നുള്ള യഹോയാദായുടെ പുത്രനായ ബെനായ വീരകൃത്യങ്ങൾ ചെയ്ത പോരാളിയായിരുന്നു. ഇവൻ മോവാബിലെ 2 യോദ്ധാക്കളെ വധിച്ചതിന് പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു സിംഹത്തെയും കൊന്നു. 5 മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു. ഈജിപ്തുകാരൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു. അവൻ ഒരു വടിയുമായി ഈജിപ്തുകാരൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അയാളുടെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു പറിച്ച് അയാളുടെ കുന്തം കൊണ്ട് തന്നെ അയാളെ കൊന്നു. ഇവയെല്ലാം യഹോയാദായുടെ പുത്രൻ ബെനയ ചെയ്തതാണ്. എന്നാൽ 3 ശക്തന്മാർക്കിടയിൽ അവന് പേരുണ്ടായിരുന്നു. 30 പേർക്കിടയിൽ കീർത്തിമാൻ അവൻ തന്നെ ആയിരുന്നെങ്കിലും 3 അവൻ എത്തിയില്ല. ദാവീദ് അവനെ തൻ്റെ അംഗരക്ഷകരുടെ മേൽ നിയമിച്ചു. സൈന്യത്തിലെ ശക്തന്മാർ യോവാബിൻ്റെ സഹോദരൻ അസഹേൽ, ബേത്ലഹമിൽ നിന്നുള്ള ദോദോയുടെ പുത്രൻ എൽഹനാൻ, ഹറോദുകാരൻ ഷമ്മോത്ത്, പെലോനുകാരൻ ഹേലസ്, തെക്കോവാക്കാരൻ യക്കേഷിൻ്റെ പുത്രൻ ഈര, അനോത്തോത്തുകാരൻ അബിയസർ, ഹുഷാത്തുകാരൻ സിബെഹായി, അഹോഹുകാരൻ ഈലായി, നെത്തോഫക്കാരൻ മഹാറായി, നെത്തോഫക്കാരൻ ബാനായുടെ പുത്രൻ ഹേലദ്, ബെഞ്ചമിനരുടെ ഗിബിയായിൽ നിന്നുള്ള റിബായുടെ പുത്രൻ ഇത്തായി, പിറോത്തോക്കാരൻ ബനായ, ഗാഷ് അരുവിക്കരയിലെ ഹുറായി, അർബാത്തുകാരനായ അബിയേൽ, ബഹ്റൂംകാരനായ അസ്മാവത്ത്, ഷാൽബോൻകാരൻ എലിയാഹ്ബ, ഗിസോൻകാരനായ ഹാഷമിൻ്റെ പുത്രന്മാർ, ഹാരാറുകാരനായ ഷാഗിയുടെ പുത്രൻ ജോനാഥൻ,
ഹരാറുകാരൻ സഖാറിൻ്റെ പുത്രൻ അഹിയാം, ഊറിൻ്റെ പുത്രൻ എലിഫാൽ, മെക്കറാത്തുകാരൻ ഹേഫർ, പെലവൻകാരൻ അഹിയ, കാർമൽകാരൻ ഹെസ്രോ, എസ്ബായിയുടെ പുത്രൻ നാരായി, നാഥാൻ്റെ സഹോദരൻ ജോയൽ, ഹഗ്രിയുടെ പുത്രൻ മിബ്ഖാർ, അമ്മോൻകാരൻ സേലഹ്, സെരൂയായുടെ പുത്രൻ യോവാബിൻ്റെ ആയുധവാഹകനായ ബേറോത്തുകാരൻ നഹറായി, ഇത്രക്കാരനായ ഈറ, ഇത്രക്കാരനായ ഗാരബ്, ഹിത്തുക്കാരനായ ഊറിയ, അഹ്ലായുടെ മകൻ സാബാഗ്, റൂബൻകാരുടെ ഒരു നേതാവായ റൂബൻകാരനായ ഷിസയുടെ പുത്രൻ അദീനായും അവനോടൊപ്പം 30 പേരും, മാഗായുടെ പുത്രൻ ഹാനാൻ, മിത്താൻകാരനായ യോഷാഫാത്ത്, അഷ്തെറുത്തുകാരൻ ഉസിയ, ഷാമ, ജയ്യൽ, അരോവറിൽ നിന്നുള്ള ഹോത്താമിൻ്റെ പുത്രന്മാർ, മിഷ്രിയുടെ പുത്രൻ യദിയായേൽ, അവൻ്റെ സഹോദരൻ തിസുകാരൻ യോഹ, മഹാനാവുകാരൻ എലിയേൽ, എൽനാമിൻ്റെ പുത്രന്മാരായ യറിബായും യോഷാവിയായും, മോവാബുകാരൻ ഇത്മ, മെസോബുകാരായ എലിയേൽ, ഒബാദ്, യസിയേൽ. സങ്കീർത്തനങ്ങൾ 60. ദൈവം സഹായിക്കാത്ത യുദ്ധം. ഗായക നേതാവിന് സാക്ഷ്യസാരസം എന്ന മട്ടിൽ ദാവീദിൻ്റെ മിക്താം അധ്യാപനത്തിന്. അവൻ ആറാം നഹറയും ആറാം സോബ എന്നിവരോട് യുദ്ധം ചെയ്ത ശേഷം മടങ്ങുമ്പോൾ ഉപ്പ് താഴ്വരയിൽ വെച്ച് യോവാബ് 12,000 ഏദോംകാരെ സംഹരിച്ചപ്പോൾ, ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചു, ഞങ്ങളെ ചിതറിച്ചു, അങ്ങ് കുപിതനായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരണമേ. അങ്ങ് ഭൂമിയെ കുലുക്കി അതിനെ പിളർന്നു, അതിൻ്റെ വിള്ളലുകൾ നികത്തണമേ. അത് ഉലയുന്നല്ലോ. അങ്ങ് സ്വന്തം ജനത്തെ കഠിനാനുഭവത്തിന് വിധേയമാക്കി. അങ്ങ് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു. വില്ലിൻ്റെ മുമ്പിൽ നിന്ന് പലായനം ചെയ്യുന്നതിനാണ് അങ്ങയെ ഭയപ്പെടുന്നവർക്കായി അങ്ങ് കൊടി ഉയർത്തിയത്. സെല. അങ്ങയുടെ പ്രിയപ്പെട്ടവർ വിമോചിതരാകേണ്ടതിന് അങ്ങയുടെ വലത്തു കൈകൊണ്ട് രക്ഷിച്ച് അങ്ങെനിക്ക് ഉത്തരമരുളണമേ. ദൈവം തൻ്റെ വിശുദ്ധ സ്ഥലത്ത് സംസാരിച്ചു. ഞാൻ ആഹ്ലാദിച്ച് ഷെക്കമിനെ വീതം വയ്ക്കുകയും സുക്കോത്ത് താഴ്വര പകുത്തു കൊടുക്കുകയും ചെയ്യും. ഗിലെയാദ് എൻ്റേതാണ്, മനാസയും എൻ്റേതു തന്നെ. എഫ്രായിം എൻ്റെ ശിരസ്ത്രാണവും യൂദ എൻ്റെ ചെങ്കോലുമാണ്. മോവാബ് എൻ്റെ ക്ഷാളനപാത്രം. ഏദോമിൽ ഞാൻ എൻ്റെ പാതുകമഴിച്ചിടും. ഫിലിസ്ത്യ എന്നെ പ്രതി ജയഘോഷം മുഴക്കുക. കോട്ടകെട്ടിയ നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ഏദോം വരെ ആരെന്നെ ആനയിക്കും? ദൈവമേ, അങ്ങല്ലേ ഞങ്ങളെ പരിത്യജിച്ചത്. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം പുറപ്പെടുന്നുമില്ല. ദുരിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങ് സഹായം തരണമേ. മനുഷ്യൻ്റെ തുണ വ്യർത്ഥമാണ്. ദൈവത്തോടൊത്ത് ഞങ്ങൾ കരുത്തു കാട്ടും. അവിടുന്നാണ് ഞങ്ങളുടെ വൈരികളെ ചവിട്ടിമെതിക്കുന്നത്.